നമസ്കാരം. ദില്ലിയുടെ തെരുവുകളിൽ നാം കണ്ടത് കേവലം രാഷ്ട്രീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുണ്ടായ ഒരു പ്രതിഷേധമായിരുന്നില്ല എന്നതാണ് സത്യം. ഭാരതത്തിന്റെ ആഭ്യന്തര സമാധാനവും ക്രമസമാധാനവും തകർക്കാൻ ലക്ഷ്യമിട്ട് അതിർത്തിക്കപ്പുറത്ത് നിന്ന് നെയ്തെടുത്ത കൃത്യമായൊരു ഡിജിറ്റൽ ഗൂഢാലോചനയായിരുന്നു അത്. ജന്തർ മന്ദറിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ അക്രമ സംഭവങ്ങൾ ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിദേശ ശക്തികളുടെയും അവരുടെ ആജ്ഞാനുവർത്തികളുടെയും കൂട്ടുകെട്ടാണ് പുറത്തു കൊണ്ടുവരുന്നത്. ദില്ലി പോലീസിന്റെ സൈബർ ഫോറൻസിക് ടീമുകൾ നടത്തിയ അതിശക്തമായ അന്വേഷണത്തിൽ ആയിരക്കണക്കിന് വ്യാജ അക്കൗണ്ടുകളും സംശയകരമായ ബോട്ട് നെറ്റ്വർക്കുകളും ഉപയോഗിച്ച് രാജ്യത്ത് കലാപം അഴിച്ചുവിടാൻ നടത്തിയ വലിയൊരു നീക്കം പൊളിഞ്ഞിരിക്കുകയാണ്. മാധ്യമങ്ങൾക്കും സുരക്ഷാ സേനകൾക്കും നേരെ നടന്ന ഈ ഒരു ആക്രമണങ്ങൾക്ക് പിന്നിൽ ആരാണ്? ഈ വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കരങ്ങൾ ആരുടേതാണ്? കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP നയിച്ച പ്രതിഷേധത്തിന്റെ മറവിലാണ് ദില്ലി ജന്തർ മന്ദറിൽ സംഘർഷവും ആക്രമണങ്ങളും പൊട്ടിപ്പുറപ്പെട്ടത്. ജനാധിപത്യപരമായ പ്രതിഷേധം എന്ന വ്യാജേന ആളുകളെ സംഘടിപ്പിച്ചിരുന്നുവെങ്കിലും സംഭവസ്ഥലത്ത് നടന്നത് ആസൂത്രിതമായ ആക്രമണങ്ങളായിരുന്നു. ജനക്കൂട്ടത്തെ പോലീസിനും മാധ്യമപ്രവർത്തകർക്കും നേരെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണ് അവിടെ ഉണ്ടാക്കിയത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിഷേധം എന്നതിലുപരി രാജ്യതലസ്ഥാനത്തെ ക്രമസമാധാനം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാര്യങ്ങൾ നീങ്ങിയതെന്ന് പ്രാരംഭ വിവരങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാക്കൾ ഈ വികാരങ്ങളെ തടയുന്നതിന് പകരം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തതെന്ന ഗുരുതരമായ ആരോപണവും ഉയരുന്നുണ്ട്. ആക്രമകാരികൾക്ക് വഴിമരുന്നിട്ട പ്രചാരണങ്ങൾ എവിടെ നിന്ന് വന്നു എന്നത് അന്വേഷിച്ച ദില്ലി പോലീസിന് ലഭിച്ചത് കേട്ടവരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ജൂലൈ 20 മുതൽ ജൂലൈ 23 വരെയുള്ള 4 ദിവസങ്ങളിലാണ് ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ അങ്ങേയറ്റം പ്രകോപനപരമായ ഉള്ളടക്കങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത്. വ്യാജ സന്ദേശങ്ങളും എഡിറ്റ് ചെയ്ത റീലുകളും ഉപയോഗിച്ച് ചെറുപ്പക്കാരെയും പ്രദേശവാസികളെയും തെറ്റിദ്ധരിപ്പിക്കുകയും ആക്രമണങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്തു. ജന്തർ മന്ദർ, ജൻപത്, തിലക് മാർഗ്, പാർലമെന്റ് സ്ട്രീറ്റ് തുടങ്ങിയ ദില്ലിയിലെ അതിസുരക്ഷാ മേഖലകളിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും വാർത്തകൾ കവർ ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെയും ലക്ഷ്യമിട്ട് ആക്രമികൾ 4 ദിവസം തുടർച്ചയായി കല്ലെറിയുകയായിരുന്നു. ദില്ലി പോലീസിലെ മിടുക്കരായ സൈബർ വിദഗ്ധർ കഴിഞ്ഞ 2 ആഴ്ചയായി നടത്തിയ അഹോരാത്ര അന്വേഷണത്തിലാണ് ഈ വ്യാജ പ്രചാരണങ്ങളുടെ വ്യാപ്തി വെളിപ്പെട്ടത്. സമരത്തിന് വൻ ജനപിന്തുണയുണ്ടെന്ന് കാണിക്കാൻ സമാനതകളില്ലാത്ത വ്യാജ അക്കൗണ്ട് ശൃംഖലകളാണ് സൈബർ ലോകത്ത് നിർമ്മിക്കപ്പെട്ടത്. ആയിരക്കണക്കിന് വ്യാജ അക്കൗണ്ടുകൾ ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ച് കൃത്രിമമായി ലൈക്കുകളും റീച്ചും കമന്റുകളും ഉണ്ടാക്കിയെടുത്തു. സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും ഭയം വളർത്താനുമാണ് ഈ ബോട്ട് ശൃംഖലകൾ ഉപയോഗിച്ചത്. സ്വയം പ്രവർത്തിക്കുന്നതും ഓട്ടോമേറ്റഡ് ആയതുമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഭാരതത്തിലെ ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ദില്ലി പോലീസ് അതിവിദഗ്ധമായി കണ്ടെത്തി. ഇന്റർനെറ്റിലെ ഈ കൃത്രിമ ഇടപെടലുകൾ രാജ്യസുരക്ഷയ്ക്ക് എത്രത്തോളം ഭീഷണിയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ സംഭവം. ഈ ഡിജിറ്റൽ നെറ്റ്വർക്കിന്റെ വേരുകൾ അറുത്തുമാറ്റാൻ ദില്ലി പോലീസ് അതിശക്തമായ നിയമ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ആഗോള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ മെറ്റ, ഗൂഗിൾ, എക്സ് എന്നിവയ്ക്ക് ദില്ലി പോലീസ് ഔദ്യോഗികമായി നോട്ടീസ് അയച്ചു. അക്രമം പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച അക്കൗണ്ടുകളുടെ IP വിലാസങ്ങൾ, സെർവർ ലോഗുകൾ, ലൊക്കേഷൻ വിവരങ്ങൾ, വ്യാജ പ്രൊഫൈലുകൾ നിർമ്മിച്ചവരുടെ യഥാർത്ഥ വിവരങ്ങൾ, ലോഗിൻ ചരിത്രം, ഓട്ടോമേറ്റഡ് ബോട്ട് സോഫ്റ്റ്വെയറുകളുടെ വിവരങ്ങൾ എന്നിവ ഉടൻ കൈമാറണമെന്നാണ് ദില്ലി പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കുന്നതോടെ ഭാരതത്തെ തകർക്കാൻ ശ്രമിച്ചവരുടെ യഥാർത്ഥ മുഖങ്ങൾ വെളിച്ചത്ത് വരും. ഈ അന്വേഷണത്തിൽ ഏറ്റവും ആശങ്കാജനകവും ഗൗരവമുള്ളതുമായ കാര്യം ഇതിനു പിന്നിലെ വിദേശ സമ്പർക്കമാണ്. മുൻപ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ഭാരതത്തിനെതിരെ വ്യാജ വാർത്തകളും പ്രചാരണങ്ങളും അഴിച്ചുവിട്ട പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ 480ഓളം നെറ്റ്വർക്ക് മീഡിയ ഹാൻഡിലുകൾക്ക് ഈ ജന്തർ മന്ദർ ആക്രമണങ്ങളിലും നേരിട്ട് പങ്കുണ്ടെന്ന് ദില്ലി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഭാരതത്തിൽ ആഭ്യന്തര അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ പാകിസ്ഥാനിലെ ചില ഏജൻസികളും സൈബർ ITകളും ഇത്തരം രാഷ്ട്രീയ പ്രതിഷേധങ്ങളെ മറയാക്കുന്നുണ്ട് എന്നാണ് ദില്ലി പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. രാജ്യത്തിനകത്തുള്ള രാജ്യവിരുദ്ധരും അതിർത്തിക്കപ്പുറത്തുള്ള ശത്രുക്കളും തമ്മിലുള്ള ഈ ഒരു അച്ചുതണ്ട് അതിതീവ്രമായി അന്വേഷിക്കേണ്ടതാണ്. ഡിജിറ്റൽ ഗൂഢാലോചനയുടെ വിവരങ്ങൾ തെളിഞ്ഞതോടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മുൻനിര നേതാക്കൾ പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. CJP സ്ഥാപകൻ അഭിജിത് DK, വക്താവ് സൗരവ് ദാസ്, സജീവ പ്രവർത്തകനായ അശുതോഷ് റാങ്ക് എന്നിവരെ ഉൾപ്പെടെയുള്ള പ്രമുഖർക്ക് ദില്ലി പോലീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് അയച്ചു കഴിഞ്ഞു. ജൂലൈ 14 ശേഷം ഇവരെ വിശദമായും ചോദ്യം ചെയ്യുമെന്നാണ് വിവരം.
രാഷ്ട്രീയ പ്രതിഷേധത്തിന്റെ പേരിൽ രാജ്യത്ത് അക്രമം വിതയ്ക്കാനും വിദേശ രാജ്യങ്ങളിലെ ദേശവിരുദ്ധ ഹാൻഡിലുകളുമായി സഹകരിച്ച് ദില്ലിയിൽ കലാപമുണ്ടാക്കാനും ശ്രമിച്ചവർ നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഫോറൻസിക് ടീമുകൾ ഈ കേസിൽ ആഴത്തിലുള്ള അന്വേഷണമാണ് നടത്തിവരുന്നത്. ഈ അക്കൗണ്ടുകൾ ഇന്ത്യയ്ക്കുള്ളിൽ നിന്നാണോ അതോ പൂർണ്ണമായും വിദേശത്ത് പ്രവർത്തിക്കുന്ന സെർവറുകളിൽ നിന്നാണോ നിയന്ത്രിക്കുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായ തെളിവുകൾ ശേഖരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ പ്രധാനമായും ഉയർത്തേണ്ട ചില ചോദ്യങ്ങളും സംശയങ്ങളുമുണ്ട്. ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭത്തിൽ പാകിസ്ഥാൻ ഹാൻഡിലുകൾക്ക് എന്താണ് കാര്യം? CJP നേതാക്കൾക്ക് ഈ വിദേശ അക്കൗണ്ടുകളുമായി എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളോ ആശയവിനിമയങ്ങളോ ഉണ്ടോ? ഭാരത സർക്കാരിൻ്റെ വികസന നയങ്ങളെയും ദേശീയ സുരക്ഷയെയും അട്ടിമറിക്കാൻ വിദേശത്തു നിന്ന് ഇതിലേക്ക് ഫണ്ടിംഗ് വന്നിട്ടുണ്ടോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. ഒരു ദേശസ്നേഹി എന്ന നിലയിലും ഭാരതത്തിൻ്റെ സുരക്ഷയും അഖണ്ഡതയും ആഗ്രഹിക്കുന്ന പൗരന്മാർ എന്ന നിലയിലും നമുക്ക് ഇതിൽ വ്യക്തമായ അഭിപ്രായമുണ്ട്. രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. എന്നാൽ അതിൻ്റെ പേരിൽ വിദേശ ശത്രുക്കൾക്ക് രാജ്യത്തെ വഞ്ചിക്കാൻ അവസരമൊരുക്കുന്നത് കടുത്ത രാജ്യദ്രോഹമാണ്. സുരക്ഷാ സേനകളെയും പോലീസിനെയും ആക്രമിക്കാനും രാജ്യ തലസ്ഥാനത്ത് ചോരപ്പുഴ ഒഴുക്കാനും ശ്രമിക്കുന്നവർ ഏത് കൊടിയുടെ കീഴിലുള്ളവരായാലും അവരെ ദയയില്ലാതെ അടിച്ചമർത്തണം. ഭാരതത്തിൻ്റെ സുരക്ഷയ്ക്കായി അഹോരാത്രം പണിയെടുക്കുന്ന പോലീസിനും അന്വേഷണ ഏജൻസികൾക്കും പൂർണ്ണ പിന്തുണ നൽകി ഇത്തരം വ്യാജ പ്രചാരണങ്ങളെ നമ്മൾ തള്ളിക്കളയേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യ വികസിക്കുന്ന ഇന്നത്തെ ലോകത്ത് ഭാവിയിൽ ഭാരതം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി ഇത്തരം സൈബർ യുദ്ധങ്ങളാണ്. പരമ്പരാഗത യുദ്ധങ്ങളെക്കാൾ അപകടകരമായി സ്മാർട്ട് ഫോണുകളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ജനങ്ങളുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്. വരും നാളുകളിൽ തിരഞ്ഞെടുപ്പുകളെയോ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളെയോ ലക്ഷ്യമിട്ട് ഇതുപോലുള്ള നൂറുകണക്കിന് വിദേശ ഡിജിറ്റൽ ആക്രമണങ്ങൾ ഉണ്ടാകാം. ഇതിനെ പ്രതിരോധിക്കാൻ അത്യാധുനിക AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് വ്യാജ അക്കൗണ്ടുകളെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് തകർക്കാനുള്ള കഴിവ് നമ്മുടെ സുരക്ഷാ ഏജൻസികൾ കൂടുതൽ വികസിപ്പിക്കണം. ഭാവിയിൽ ഇത്തരം അതിർത്തി കടന്നുള്ള സൈബർ ഗൂഢാലോചനകളെ പ്രതിരോധിക്കാൻ പൊതുജനങ്ങളുടെ ജാഗ്രത അത്യന്താപേക്ഷിതമാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രകോപനപരമായ വാർത്തകളും വീഡിയോകളും സത്യമാണോ എന്ന് ഉറപ്പുവരുത്താതെ ഷെയർ ചെയ്യരുത്. നമ്മൾ അറിയാതെ നമ്മളൊരു വിദേശ ഗൂഢാലോചനയുടെ ഭാഗമായി മാറരുത്. സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം വിശ്വസിക്കുക. ശത്രു രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിനുള്ളിൽ അശാന്തി സൃഷ്ടിക്കാൻ കാത്തിരിക്കുമ്പോൾ അതിനെതിരെ ഒറ്റക്കെട്ടായി ദേശീയ താല്പര്യത്തിനൊപ്പം നിൽക്കുക എന്നത് ഓരോ ഭാരതീയൻ്റെയും ധാർമ്മിക കടമ കൂടിയാണ്. ജന്തർ മന്ദറിൽ നടന്ന സംഭവം ഭാരതത്തിനൊരു വലിയ താക്കീതാണ്. രാഷ്ട്രീയ പ്രതിഷേധങ്ങളുടെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ദേശവിരുദ്ധ ശക്തികളെയും അവരുടെ പാകിസ്ഥാൻ ബന്ധങ്ങളെയും വേരോടെ പിഴുതെറിയാൻ ദില്ലി പോലീസിനും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കും കഴിയണം. ശക്തമായ ഭരണകൂടത്തിന്റെ കീഴിൽ ഭാരതം ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുമ്പോൾ അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന്റെയും അവരുടെ ഏജന്റുമാരുടെയും വിദേശ അജണ്ടകൾ ഒരു കാരണവശാലും ഇവിടെ വിജയിക്കില്ല. രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ തുനിയുന്ന എല്ലാവർക്കും ദില്ലി പോലീസിന്റെ ഈ ഒരു ശക്തമായ അന്വേഷണം കൃത്യവും കർശനവുമായ ഒരു മുന്നറിയിപ്പാണ്. ഈ വാർത്തയെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.